നമുക്ക് നാട്ടിലെ കല്യാണം കൂടാൻ പോയാലോ? അപ്പം ഞാൻ ആദ്യം തന്നെ ATM പോവാണ് കേട്ടോ. കുറച്ച് ക്യാഷ് എടുക്കണം. അപ്പം ATM ഡോറ് പുറത്തേക്കായിരുന്നു. ഞാൻ അത് എന്തായാലും എങ്ങനെയൊക്കെയോ തുറന്ന് എന്തായാലും ഉള്ളിൽ കയറി ക്യാഷൊക്കെ എടുത്തു. ഇനി നമുക്ക് കല്യാണം നടക്കുന്ന മണ്ഡപത്തിലേക്ക് പോകാം കേട്ടോ. ഞാനും ദശൂട്ടനും ഏട്ടനും മാത്രമല്ല പപ്പയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പപ്പ ഞങ്ങൾ ATM വരുന്നതുകൊണ്ട് മുന്നേ തന്നെ പപ്പ മണ്ഡപത്തിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ വഴിയിൽ നിന്ന് ആണ്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മണ്ഡപം ഇതാണ്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കല്യാണത്തിന് പോകാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ റിസപ്ഷന് പോയത്. അപ്പം ചിന്നുവും വിഷ്ണു ഒന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ദാണ്ട് നമ്മുടെ കല്യാണ ചെറുക്കനും പെണ്ണും ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ഒരു വയലറ്റ് കളറിലെ ഒരു ലെഹങ്കയൊക്കെയാണ് കേട്ടോ ഇട്ടത്. അപ്പം നമ്മൾ ചെന്നോടനെ തന്നെ ആദ്യം ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ ഏട്ടൻ്റെ ഫോൺ ഒരു ചേട്ടൻ്റെ കൊടുത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് തരാമെന്ന് വെച്ചു. പക്ഷേ പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. അപ്പം എന്തായാലും രണ്ടാൾക്കും ഹാപ്പി മാരീഡ് ലൈഫ്. എന്തായാലും ഒരു 100 വർഷങ്ങളോളം നല്ല അടിപൊളിയായി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ നല്ല ഒരുങ്ങിയൊക്കെ നിന്ന് നല്ല കിടുക്കാച്ചി ഫോട്ടോയൊക്കെ എടുത്ത് കേട്ടോ. വീഡിയോയും എടുത്തിട്ടുണ്ടേ. അപ്പം എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. ഞാനൊരു സ്കൈ ബ്ലൂ കളർ പാവാടയും ഒരു ക്രോപ്പ് ടോപ്പുമാണ് കേട്ടോ ഇട്ടത്. കാരണം ഇതിൻ്റെ ടോപ്പ് ഇതല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അവസാനം കൺഫ്യൂസ്ഡ് ആയി നിന്നതിന് ശേഷമാണ് ഏകദേശം അതുകൊണ്ടൊന്ന് ഏകദേശം ഒന്ന് മാച്ചായി വന്നപ്പോൾ പിന്നെ അതെടുത്തങ്ങ് ഫിറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ എന്തായാലും അടുത്തത് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പം ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു അപ്പവും വാങ്ങി കുറച്ച് റൈസും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ എന്തായാലും ഫുഡിൻ്റെ കാര്യമൊന്നും പറയാനായിട്ട് നമുക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് സൂപ്പർ ഫുഡായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുഡ്. പിന്നെ ഞാൻ ചിക്കൻ കറി മാത്രമേ വാങ്ങിയുള്ളൂ. പക്ഷേ ഏട്ടൻ ഒരു കുറുമ കറിയില്ലേ, വെജിറ്റബിൾ കുറുമ കറിയും കൂടി വാങ്ങി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ദക്ഷുവിന് ഞാൻ എൻ്റെ കൂടെ ഇരുത്തി അവന് കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ അവന് പ്ലേറ്റിൽ കുറച്ച് എടുത്തു കൊടുത്തു കേട്ടോ. പിന്നെ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ ഇപ്പം കഴിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വാരി കൊടുത്തു അവന്. അങ്ങനെ ദാണ്ട് ഏട്ടൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളടുത്ത കൈയൊക്കെ വാഷ് ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. പപ്പയുടെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു കുർത്തയൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ ഞാൻ ദാണ്ട് എന്തായാലും നമുക്കൊരു മിഠായിയൊക്കെ തന്നു അവർ. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ പപ്പയുടെ കുറച്ച് നെയ്ബേഴ്സിനെ കണ്ടു. അവരുടെ അടുത്ത് കഥയൊക്കെ പറയുകയാണ്. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ സീ യു.